ദാ അങ്ങോട്ട് നോക്കൂ, മുറ്റത്തൊരു മൈന. വിശന്ന് പണ്ടാറടങ്ങിയിരുന്നപ്പോഴാണ് ഞാനത് കണ്ടത്. ഞാനപ്പോൾ തന്നെ എടുത്ത് പറഞ്ഞു, വീട് പാപ്പാ വണ്ടി അങ്ങോട്ട്. അപ്പോൾ ഫുഡീസ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ AR Chronicles. നമ്മന്ന് വന്നേക്കണത് ഫൺഫി റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി വരെ ഒന്ന് വന്നതാണ്. അപ്പോഴാണ് എൻ്റെ കൺമുമ്പിൽ ഇത് കണ്ടത്. ഇതിനു മുമ്പ് കുറേ പ്രാവശ്യം ഇതിൽ കൂടെ പോകുമ്പോഴൊക്കെ കാണാറുണ്ട്, പക്ഷെ ഇതുവരെ കയറാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷെ ഇന്ന് എന്തായാലും കയറിയിട്ടേ കാര്യമുള്ളൂ. ചെന്നപ്പോൾ തന്നെ ഫുഡിന് ഓർഡർ കൊടുത്തു. ഞാനപ്പോൾ തന്നെ ഒരു ചീസി അൽഫാം പറഞ്ഞു. അത് കുറേ തപ്പണ ഉണ്ടായിരുന്നു, പക്ഷെ ലാസ്റ്റ് പെരി പെരി അൽഫാമിൽ തന്നെ വന്ന് നിന്ന്. ഫുഡിന് ഓർഡർ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾ എന്നെ മറന്നെന്ന് ചോദിച്ചു ചെക്കൻ മെനു കാർഡിൽ കയറി പിടിയും വലിയുമായി. എൻ്റെ പൊന്നു മോനെ, നീ ഇതൊന്നും കഴിക്കാറായിട്ടില്ല, കുറച്ചും കൂടെ വളർന്നു കഴിഞ്ഞിട്ട് വാങ്ങിത്തരാൻ നിൽക്കാക്കേം പറഞ്ഞു. ഇവിടെ പിന്നെ വേറെ കുറേ ഡിഷസ് ഒക്കെ ഉണ്ട് കേട്ടോ. സ്പെഷ്യലി ചിക്കൻ ഐറ്റംസ് ആണ്. ഫ്രഞ്ച് ഫ്രൈസും ലോഡഡ് ഫ്രൈസും ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ ഉണ്ട്. പക്ഷെ ഫുള്ള് നോക്കാൻ ചെക്കൻ സമ്മതിച്ചില്ല. എത്രയൊക്കെ ഡിഷസ് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ലാസ്റ്റ് വന്ന് നിൽക്കുന്നത് മന്തിയിലായിരിക്കും. മന്തി നമ്മുടെ ദേശീയ ഭക്ഷണമാണല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചെക്കൻ വയലൻ്റ് ആവാൻ തുടങ്ങി. അവനെ തണുപ്പിക്കാനുള്ള മാർഗം നമ്മുടെ കയ്യിലുണ്ട്. കാത്തു അങ്ങോട്ട് വെച്ചു കൊടുത്ത്. അതിൽ ചെക്കൻ ഫ്ലാറ്റ്. നമ്മുടെ ചാലു ഒരു കാത്തു ഫാനാണേ. എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും കാത്തു വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ സൈലൻ്റ് ആയിക്കോളും. നമ്മളവനങ്ങനെ സ്ക്രീൻ ടൈം ഒന്നും കൊടുക്കാറില്ല, പക്ഷെ ഇങ്ങനത്തെ പ്രത്യേക സാഹചര്യങ്ങളിൽ കൊടുക്കാറുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് ഒക്കെ എത്തിയിട്ടാ. ഇക്കാക്ക് അതൊക്കെ വിളമ്പി സെറ്റാക്കിയൊക്കെ വെച്ച് ഞാനൊരു പിടിപിടിക്കാമെന്ന് ഓർത്തിരുന്നപ്പോൾ ചെക്കന്തേ പിന്നെ അലമ്പ്. പിന്നെ എന്നെ നോക്കൂത്തിനെ പോലെ ഇരുത്തിയിട്ട് ഇക്കാക ബോളിങ് തുടങ്ങി. എൻ്റെ ഒരു അവസ്ഥയെ. പിന്നെ ആകെയുള്ള ഒരു ആശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കാക്ക ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആണ്. എന്നെ പോലെ അത്രയ്ക്ക് സ്ലോ അല്ല കേട്ടോ, പെട്ടെന്ന് കഴിച്ചു തീർത്തോളൂ. പിന്നെ ഇക്കാക കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവനെ ഞാൻ ഇക്കാകടായി കൊടുത്ത് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പുറത്തോട്ട് പോയി. ഞാൻ പിന്നെ സമാധാനത്തോടെ എൻ്റെ പരിപാടിയിലോട്ട് കടന്നു. എൻ്റെ മോനെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. വിശന്നിരുന്ന കൊണ്ടാണോ എന്നറിയില്ല, റൈസും മയോണൈസൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ചീസി അൽഫാമായിരുന്നു ഓർഡർ ചെയ്തത്. ഞാനത് ഇതുവരെ കഴിച്ചിട്ടില്ല, അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. കൊള്ളായിരുന്നു സംഭവം. ഞാൻ പിന്നെ പതിയെ ആസ്വദിച്ചൊക്കെ കഴിക്കുകയുള്ളൂ. എനിക്ക് എന്നാലൊരു തൃപ്തിയുള്ളൂ. പിന്നെ ഫുഡ് അടയും കഴിഞ്ഞ് ബില്ലും കൊടുത്ത് ഞാൻ ഇറങ്ങി. ഞാൻ കഴിക്കാൻ കയറിയപ്പോൾ വിട്ടുപോയ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൂട്ടിച്ചേർക്കണുണ്ടേ. പിന്നെ എനിക്കിവിടെ കുറച്ച് അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഇവിടുത്തെ ഓപ്പൺ സ്റ്റേജ് ആണ് കേട്ടോ. ചെറിയൊരു ബർത്ത്ഡേ ഫംഗ്ഷൻസ് ഒക്കെ നടത്താൻ പറ്റിയ പോലെ ഒരു സ്റ്റേജാണ്. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് തന്നെ കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട്. ഞങ്ങൾ പിന്നെ അതിൻ്റെ അകത്തോട്ടൊന്നും പോയില്ല, കാരണം ഞങ്ങൾക്ക് അവിടെ ചെന്നിട്ട് കാര്യമില്ല, കാരണം അവൻ ചെറുതല്ലേ. നമ്മുടെ ചാലു കുറച്ചും കൂടെയൊക്കെ ഒന്നായിട്ട് വേണം അവനെയും കൊണ്ട് കിഡ്സ് പ്ലേ ഏരിയയിലൊക്കെ വന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ. പിന്നെ ഇവിടെ ചെയ്തേക്കുന്ന പെയിൻറ്റിങ്ങും ഇൻഡോർ പ്ലാന്റ്സൊക്കെ എല്ലാം നൈസായിട്ടുണ്ട്. ഞങ്ങളൊന്നും അതൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന്, പിന്നെ അധികം നേരം നിന്നില്ല, പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ മീൻകടയിലോട്ടാണ് പോയത്. അവിടെ ചെന്നിട്ട് പിന്നെ ഇക്കാക്ക് ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ തിരിച്ചു വന്ന്. പിന്നെ നേരെ മുണ്ടക്കയം പോയി. നിപ്പ് കണ്ടിട്ട് ഉദ്ദേശിച്ച മീൻ കിട്ടിയെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ മീനും വാങ്ങി നേരെ വീട്ടിലോട്ട് പോയി. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.